അതിരാവിലെ എഴുന്നേറ്റ് പോയല്ലേ? ആ പോയി. ഞാൻ വീട്ടിൽ അമ്മയെ സഹായിക്കാനേ അതിരാവിലെ എഴുന്നേക്കാറുണ്ട്. എന്താ മുഖത്തൊരു വിഷമം? ആദ്യരാത്രി അലങ്കോലത്തിന്റെ വിഷമാണോ? എന്തൊക്കെയാ പറയുന്നേ? അതിന് നമ്മുടെ ആദ്യരാത്രി അലങ്കോലായി പോയിട്ടില്ലല്ലോ. ഇന്നലെ എന്റെ നെഞ്ചിൽ കിടന്ന മഹാലക്ഷ്മി. ഓ, ഈ മഹാലക്ഷ്മി എന്നൊക്കെ പറയുന്നത് ഒരു വലിയ നീണ്ട പേരാ. ഞാനത് ചുരുക്കി മഹി എന്ന് വിളിക്കട്ടെ? കണ്ണേട്ടന് എന്താ ഇഷ്ടംന്ന് വെച്ചാ അത് വിളിച്ചോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. എന്നാ മഹി ഇന്നലെ രാത്രി എന്റെ നെഞ്ചിൽ കിടന്ന് പെട്ടെന്നുറങ്ങി. പക്ഷേ എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു എന്നൊരു കുറ്റബോധമായിരുന്നു എന്റെ മനസ്സിൽ. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? എനിക്കങ്ങനെ ഒരു കുറ്റബോധം ഇല്ലാത്തതുകൊണ്ടാ ഞാൻ പെട്ടെന്ന് ഉറങ്ങിയത്. സത്യം പറഞ്ഞ കണ്ണേട്ടന് നെഞ്ചി കിടക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. ആരോ എന്നെ സംരക്ഷിക്കാനുണ്ടെന്ന ഒരു തോന്നൽ. എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാ ഇപ്പൊ അങ്ങനെയുള്ള ആളുടെ മുഖം വാടിയിരിക്കുന്നേ? അടുക്കള ചെന്നപ്പോ അമ്മ വഴക്കം മറ്റോ പറഞ്ഞായിരുന്നോ? ഏയ് ഇല്ല. പിന്നെ സമയം 6 മണി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് കരുണയ്ക്കും ഉണ്ണിക്കും ചായ കൊടുക്കാനായിട്ട് ഞാൻ അവരുടെ മുറിയിൽ പോയി വിളിച്ചായിരുന്നു. സാധാരണ കരുണ 7:30 മണി കഴിഞ്ഞിട്ടേ എഴുന്നേക്കാറുള്ളൂ. ചിലപ്പോൾ അത് 8 9 ഒക്കെ ആവും. അതോർക്കാതെയാ ഞാൻ അവരെ പോയി വിളിച്ചത്. ഓ, അതിന്റെ പേരിൽ അനിയത്തി ചേച്ചി വഴക്ക് പറഞ്ഞോ? ഏയ് അതൊന്നുമില്ല. ഇനിയിപ്പോ വഴക്ക് പറഞ്ഞാലും അവളെന്റെ അനിയത്തിയല്ലേ. ഇന്നേ അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അടുക്കളയിൽ ജോലി കുറച്ച് കൂടുതലാ. അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ വേഗം വരാം. പിന്നെ രാവിലത്തെ ഭക്ഷണവും തയ്യാറാക്കണമല്ലോ. ചായ കുടിക്ക്. കണ്ണൻ ഇവിടെ കൊണ്ടുവന്ന 100 101 പവനൊക്കെ അർഹതയില്ലാത്ത ഒരുത്തിക്ക് കൊടുത്തായിരുന്നു. ഇനി അവിടെ ചെന്നതിന് ശേഷവും അവനവന്റെ മേൽക്കോയ്മ കാണിക്കുമെന്നാ എന്റെ പേടി. നമ്മൾ നമ്മുടെ നയം വ്യക്തമാക്കണം, പറയാനുള്ളതൊക്കെ പറയണം. കണ്ണനെ നോക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ മോളെ നോക്കാൻ കൂടിയാണ് ഇവിടുന്ന് ഒരുത്തി അങ്ങോട്ട് പറഞ്ഞയച്ചത്. അതനുസരിച്ച് അവളങ്ങ് ജീവിച്ചാ മതി. കണ്ടില്ലേ അമ്മേ, ആദ്യമായിട്ട് മരുമക്കളുടെ വീട്ടിലോട്ട് പോവാ. അവളൊരു വേഷം കിട്ടില്ലേ? നിനക്കിത്തിരി നല്ല വേഷത്തിൽ വന്നുകൂടെ? ഈ വേഷത്തിന് എന്താ കുഴപ്പം? വേഷത്തിനും കുഴപ്പമാണ്, നിന്റെ മോന്തയ്ക്കും കുഴപ്പമാണ്. ഇവളുടെ മോന്തയ്ക്കൊന്ന് നോക്ക് പ്രതാപ. ഇന്നലെ രാത്രി നീ ഉറങ്ങിയില്ലേ? ഇല്ല, എന്റെ മോളുടെ ജീവിതം ഓർത്തിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. എന്റെ മോളും എന്റെ മോളും എന്റെ മോളും. അപ്പൊ കരുണമോൾ ആരടി? നിന്റെ മോളല്ലേ? കരുണമോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. തളയ്ക്കപ്പെട്ടത് എന്റെ ലക്ഷ്മി മോളല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവിടെ ചെന്ന് നിന്റെ ഈ ദുർമുഖമൊന്നും കാണിക്കരുത്. ഞങ്ങളുടെ കുട്ടിയെ നേരാമണം നോക്കണമെന്ന് നീ വേണം നിന്റെ മോളോട് പറയാൻ. എന്റെ മോളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് കണ്ണനെ നോക്കാനാണോ അതോ കരുണയെ നോക്കാനാണോ? കണ്ണനോടും കരുണയോടും അവള് കരുണ കാണിക്കണം. ഭർത്താവിനെ നോക്കണം, അനിയത്തിയെ നോക്കണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? ആര് വേണമെങ്കിലും മോള് നോക്കിക്കോളും. ഒരു കല്യാണത്തോടെ മോളുടെ ജീവിതം തീർന്നല്ലോ. നിന്നെ പോലെ മനസ്സിനകത്ത് കറപ്പുള്ള ഒരുത്തിക്ക് മാത്രം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയും. എടി, അവൾക്ക് ഈ ബന്ധത്തോടെ നല്ലൊരു ജീവിതം കിട്ടിയില്ലേ? അവൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരു ജീവിതം അവള് പിടിക്കുക. അത് അവള് മനസ്സിലാക്കി.
ഇവളാണ് മനസ്സിനകത്ത് മുഴുവൻ മാറാലെ കൊണ്ട് നടക്കുന്നത്. അതെ, ഇനിയിപ്പോ വേഷം മാറാനും നിൽക്കണ്ട, വേഗം ഇറങ്ങും. പിന്നെ അമ്മ പറഞ്ഞ പോലെ അവിടെ ചെല്ലുമ്പോ ഒരു പുഞ്ചിരിയെങ്കിലും മുഖത്ത് വരുത്തണം. ആ മൂത്ത മരുമോന്റെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നെന്ന് കരുതി നീയും തളർന്ന പോലെ നിൽക്കരുതെന്നാ പറഞ്ഞത്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.